ഹലോ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്നത്തെയും പോലെ തന്നെ ഒരു മണി ഏണിംഗ് ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഡെയിലി ഒരു 10-300 രൂപ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വലിയ ടാസ്കുള്ള കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വാച്ച് ചെയ്യുക. തുടർന്നും ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓളിട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലൊക്കെ ഒന്ന് പോവാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ഏൺ ഈസി എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നാണ്. അതുകൊണ്ട് ആരും പാനിക് ആകേണ്ട ആവശ്യമൊന്നുമില്ല. പ്ലേ സ്റ്റോറിൽ 4 എബോ റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. അതുവഴി നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു പേജിലേക്ക് എൻ്റർ ആവും. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറും ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതാണ് ഹോം പേജ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാനായിട്ട് പറ്റും. ഒരു 50 രൂപ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഗിഫ്റ്റായിട്ട് കയറിയിട്ടുണ്ട്. അതെന്തായാലും ഇന്ത്യൻ മണിയായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം ഒന്ന് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ടാസ്കുകൾ കാണാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ക്യാഷുകളൊക്കെ ഏൺ ചെയ്യുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഈ ആപ്ലിക്കേഷൻസിന് അവർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരു ടാസ്ക് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. ഓരോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രം അത് ഡൗൺലോഡ് ചെയ്യുക. ചില ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. രജിസ്റ്റർ ചെയ്ത് കുറച്ച് സമയം യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. എന്നാൽ മാത്രമായിരിക്കും ആ ഒരു ടാസ്ക് എമൗണ്ട് നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കയറുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പാർഷ്യലായിട്ട് ചിലപ്പോൾ പെൻഡിങ് കിടക്കുക എന്തെങ്കിലുമൊക്കെ ആവും. അതുകൂടാതെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും റെഫർ ചെയ്തിട്ടും ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ ഈ ഒരു ലിങ്ക് നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അതുവഴി നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 15 രൂപ പെർ ഡൗൺലോഡിന് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ്. അതുകൂടാതെ പിന്നെ നോക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് എങ്ങനെ നമ്മൾ റിസീവ് ചെയ്യും എന്നുള്ളതാണ്. UPI വെച്ചിട്ട് നമ്മുടെ Paytm ആണെങ്കിലും മറ്റേ ഗൂഗിൾ പേ ആണെങ്കിലും നമ്മളുടെ ഫോൺ പേ ആണെങ്കിലും യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. നോർമലായിട്ട് ഇതേപോലുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വല്ല കോയിൻസൊക്കെ ആയിരിക്കും നമുക്ക് ക്രെഡിറ്റ് ആവുക. എന്നിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ മണി ആക്കിയിട്ട് മാറ്റുന്നത്. പക്ഷേ ഇതിലെന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പി ആയിട്ട് തന്നെയാണ് കയറുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ എമൗണ്ട് എന്താണോ അത് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. മറ്റുള്ളതിൽ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ കോയിൻസ് ആണെങ്കിൽ ഒരു 2000 കോയിൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 20 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക. ഇതാകുമ്പോൾ കറക്റ്റ് നമ്മൾ എന്താണോ നമുക്ക് ഏൺ ചെയ്തത് അത് മൊത്തത്തിൽ കിട്ടും എന്നുള്ളതാണ്. എന്തായാലും ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. ഓൺലൈനായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു പറഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഇനിയും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓളിട്ട് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ മാത്രമാണ് എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.